വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ഇത് സാധാരണ ഒരു ഡ്രോയിങ് ബുക്കിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത പേപ്പറാണ്. അത് ഞാൻ ജസ്റ്റ് ബുക്ക് മാർക്കിൻ്റെ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തേ ഉള്ളൂ. പിന്നീട് യൂസ് ചെയ്തിരിക്കുന്നത് ബ്രഷ് പെൻ. ഇത് ജെൽ പെന്നാണ്. ജെൽ പെന്നിൻ്റെ വാട്ടർ പ്രൂഫ് തന്നെ വേണം കേട്ടോ. വാട്ടർ പ്രൂഫ് ജെൽ പെൻ തന്നെ നമ്മൾ യൂസ് ചെയ്യണം. പിന്നീട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു വൈറ്റ് ജെൽ പെന്നാണ്. പിന്നെ വേണ്ടത് നമുക്ക് കോമ്പസും അതുപോലെ തന്നെ ഒരു പെൻസിലും. ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ മധുബാണി സ്റ്റൈലിലാണ് ഇവിടെ ബുക്ക് മാർക്ക് ചെയ്യാൻ പോകുന്നത്. മധുബാണി എന്ന് പറയുന്നത് ഒരു ഫോക്ക് ആർട്ടാണ്, ഇന്ത്യൻ ഫോക്ക് ആർട്ടാണ്. ബീഹാറിലെ മിഥില റീജിയനിൽ നിന്നും ഒറിജിനേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആർട്ടാണ് മധുബാണി എന്ന് പറയുന്നത്. ഇതിന് മൊത്തത്തിൽ 5 ടൈപ്സ് രീതിയിലാണ് ഈ ഒരു ആർട്ട് ചെയ്യുന്നത്. ബട്ട് മെയിനായിട്ട് കണ്ടുവരുന്ന 2 സ്റ്റൈലാണ്. ഒന്ന് കാഞ്ചിനിയും അതുപോലെ തന്നെ ഒന്ന് ഭരണിയും. കാഞ്ചിനി എന്ന് പറയുന്ന ടൈപ്പിൽ അധികം കളർഫുള്ളായിരിക്കില്ല. ബട്ട് ഭരണി എന്ന് പറയുന്ന ടൈപ്പിൽ ഭയങ്കര കളർഫുള്ളായിരിക്കും ഈ ഒരു ആർട്ട്. സോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഭരണി സ്റ്റൈലിലുള്ള മധുബാണി ആർട്ടാണ് കേട്ടോ. സോ എന്താണ് മധുബാണി ആർട്ടും അതിനെക്കുറിച്ച് കുറച്ചും കൂടി കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഇതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ മധുബാണിയിൽ ബോർഡേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നമ്മൾ ബോർഡേഴ്സ് കൊടുക്കണം. അത് നമ്മൾ ഡബിൾ ലൈൻ വെച്ചിട്ട് തന്നെ കൊടുക്കണം. കാരണം ഇതിൽ ഒരുപാട് ഡിസൈൻസും കംപ്ലീറ്റ് ഡിസൈൻ ഒരു സ്പേസ് പോലും കാണാത്ത രീതിയിൽ നമ്മൾ ഡിസൈൻ കൊടുക്കണം. അതുപോലെ തന്നെ ഭയങ്കര കളർഫുള്ളും ആയിരിക്കും. സോ അതെല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ കംപ്ലീറ്റ് ഭംഗി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഡബിൾ ലൈൻ തന്നെ കൊടുക്കണം. ഈ ഒരു ആർട്ടും ഫ്രീ ഹാൻഡായിട്ട് തന്നെ ചെയ്യേണ്ടതാണ്. നമ്മളത്ര എക്സ്പേർട്ടും ഒന്നും അല്ലാത്തതുകൊണ്ട് പെൻസിലും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ആദ്യം ചെയ്യുന്നത്. ദെൻ നമ്മളിവിടെ കൊടുക്കുന്നത് സിഗ്സാഗ് ആയിട്ടുള്ളൊരു ലൈനാണ് കൊടുക്കുന്നത്. അതിനുശേഷം അതിൻ്റെ അകത്ത് നമ്മൾ ഹാഫ് സർക്കിൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ അതിന് ഓട്ടോമാറ്റിക്കലി ഒരു ഡബിൾ ലൈൻ എഫക്റ്റ് നമുക്ക് കിട്ടും. സോ അതിനുശേഷം നമ്മൾ ഈ എല്ലാ സെമി സർക്കിൾസിൻ്റെ ഉള്ളിൽ നമ്മൾ ഒന്നെങ്കിൽ കളർ ചെയ്യണം, അതല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഡിസൈനോ അല്ലെങ്കിൽ എന്തെങ്കിലും പാറ്റേൺസ് നമ്മൾ കൊടുക്കണം. അപ്പം ഞാൻ വൺ സൈഡ് കംപ്ലീറ്റ് ഞാൻ ലൈൻസ് കൊടുക്കുകയാണ്. അതിനുശേഷം ബാക്കിയുള്ള പോർഷൻസിൽ ഞാൻ കളർ ചെയ്യും. ഇത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കളർ കൊടുക്കാം, അല്ലെങ്കിൽ 2 കളറായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു ലൈൻസ് തന്നെ കംപ്ലീറ്റ് എല്ലാത്തിനും ലൈൻസ് ആയിട്ട് കൊടുക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മധുബാണിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഏത് പേപ്പറാണോ അല്ലെങ്കിൽ എന്ത് ക്യാൻവാസ് ആണോ എന്താണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാലും അതിലൊട്ടും തന്നെ ഗ്യാപ്പോ അല്ലെങ്കിൽ സ്പേസോ കാണാത്ത രീതിയിൽ നമ്മൾ ഒന്നെങ്കിൽ പാറ്റേൺസ് വെച്ച് ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ കളർ യൂസ് ചെയ്ത് നമ്മൾ ഫില്ല് ചെയ്യണം. ഒട്ടും തന്നെ സ്പേസ് കാണാത്ത ഒരു ആർട്ടാണ് മധുബാണി ആർട്ട് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്തിരിക്കണം. ഇതിൻ്റെ മറ്റൊരു പേരാണ് മിഥില ആർട്ട് എന്നുള്ളത്, മിഥില പെയിൻറ്റിങ് എന്നുള്ളത്. കാരണം ഇത് മിഥില റീജിയനിൽ നിന്ന് തന്നെ ഒറിജിനേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇതിനെ മിഥില പെയിൻറ്റിംഗ് എന്നും മധുബാണി പെയിൻറ്റിംഗ് എന്നും 2 രീതിയിൽ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. സോ ഞാൻ നെക്സ്റ്റ് ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. അതിൻ്റെ അകത്ത് 3 സർക്കിളിനുള്ള ഗ്യാപ്പാണ് കൊടുത്തിരിക്കുന്നത്. 3 സർക്കിൾ വരയ്ക്കും. അതിനകത്ത് ഡിസൈൻ ചെയ്യണം. ഈ ഒരു സർക്കിളിനകത്ത് ഞാൻ ട്രയാങ്കിൾസ് കൊടുക്കുകയാണ്. ഇപ്പം നമുക്ക് ആ ഒരു സ്പേസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെൻസിൽ വെച്ചിട്ട് ആദ്യം ചെയ്യണം. അതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ പെന്ന് വെച്ചിട്ട് ചെയ്താൽ മതി. കാരണം നമ്മൾ അതിൽ ഒരു സർക്കിളിന് അതിന് ഓൾട്ടർനേറ്റീവ് സർക്കിൾസിന് നമ്മൾ ലൈൻസാണ് കൊടുക്കുന്നത്. ബാക്കി സർക്കിൾസിന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കളർ ചെയ്യുന്നുണ്ട്. സോ അത് അഡ്ജസ്റ്റ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പെൻസിൽ വെച്ചിട്ട് ചെയ്താൽ മതി. അതിന് ശേഷം നിങ്ങൾ പെൻ വെച്ചിട്ട് അതൊന്ന് ഡാർക്കൺ ചെയ്യാം. സോ നമ്മുടെ ഫസ്റ്റ് സർക്കിളിൻ്റെ ബോർഡർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി 2 സർക്കിൾസും നമ്മൾ ചെയ്തെടുക്കണം. സോ മധുബാണി ആർട്ടിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോട്ടീവാണ് ഫിഷ്. സോ നമ്മളും ഇവിടെ
ഫിഷിനെ തന്നെയാണ് വരയ്ക്കാൻ പോകുന്നത്. ഈ ഓരോ സർക്കിൾസിൻ്റെ അകത്ത് നമ്മൾ 2 ഫിഷിനെ വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അങ്ങനെ ടോട്ടൽ 6 ഫിഷാണ് നമ്മൾ വരയ്ക്കുന്നത് കേട്ടോ. സോ നമുക്ക് ഇനി ഫിഷിൻ്റെ ഫിൻ വരയ്ക്കാം. ഫിൻ തന്നെ പറയാൻ തോന്നുന്നു കേട്ടോ ആ ഒരു ഏരിയയ്ക്ക്. അതിനുശേഷം നമ്മൾ ഡബിൾ ലൈൻ ചെയ്യുകയാണ്. കാരണം നമ്മളതിൻ്റെ ഇൻസൈഡിൽ നമ്മൾ കളർ ചെയ്യും. സോ അതുകൊണ്ട് നമ്മൾ ഡബിൾ ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനും ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഫിഷിൻ്റെ ഐസ് വരയ്ക്കാൻ പോവുകയാണ്. മധുബാണിയുടെ ഒരു പ്രത്യേകതയാണ് ഐസ്. അത് ഭയങ്കര അട്രാക്റ്റീവും അതുപോലെ തന്നെ വലുപ്പം കൂടിയിട്ടും നമ്മൾ വരയ്ക്കണം. അത് ഹ്യൂമൻ്റെ ആണെങ്കിലും ആനിമൽസിൻ്റെ ആണെങ്കിലും ഫിഷ് ആണെങ്കിലും ബേർഡ്സ് ആണെങ്കിലും ഏതാണെങ്കിലും നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഐസ് ഭയങ്കര അട്രാക്റ്റീവും അതുപോലെ തന്നെ വലുപ്പം കൂടിയതുമായിട്ട് നമ്മൾ വരച്ചെടുക്കണം. ഞാൻ അതിൻ്റെ പുറത്ത് ഒരു സർക്കിൾ കൂടി ചെയ്യുകയാണ്. കാരണം അതിന് ഞാൻ ഒരു സെക്കൻഡ് ലൈൻ കൊടുത്തിട്ടില്ലായിരുന്നു. സോ അതുകൊണ്ട് ഒരു ലൈൻ കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു സർക്കിൾ വരച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഫിഷിനെ ഒന്നുകൂടി സുന്ദരിയായിട്ട് എടുക്കാം. നമുക്ക് പാറ്റേൺസ് ഒക്കെ കൊടുത്ത് ഒന്നും കൂടി ഭംഗി കൂട്ടിയെടുക്കണം. സോ എല്ലാ ഫിഷിനും ഞാൻ സെയിം ഡിസൈൻ തന്നെയാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് 2 ലൈൻസ് കൊടുത്തതിന് ശേഷം ഇതുപോലെ കർവ് ലൈൻ കൊടുക്കുകയാണ്. അതിന് ശേഷം അതിൽ വരുന്ന ഗ്യാപ്പ് നമ്മൾ ബ്ലാക്ക് കൊണ്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് ആ ഒരു ടെയിലിൻ്റെ ഏരിയയിൽ നമ്മൾ ജസ്റ്റ് ലൈൻസ് മാത്രമാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഫിൻ ഏരിയയിലും നമ്മൾ ലൈൻസാണ് കൊടുക്കുന്നത്. ഇത്ര പാറ്റേൺസേ കൊടുക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ആ ഒരു കർവ് ലൈൻ നമ്മൾ കൊടുത്തതിൻ്റെ അകത്ത് നമുക്ക് ജസ്റ്റ് ഓരോ ലൈൻസ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ലൈൻസ് ചെറിയ ചെറിയ ലൈൻസ് നമുക്ക് കൊടുത്ത് ഒന്നും കൂടി അതിനെ ഭംഗിയായിട്ട് എടുക്കാം. സോ ഇത്രയും മാത്രമേ നമ്മൾ പാറ്റേൺസ് ഇതിൽ കൊടുക്കുന്നുള്ളൂ. ഈ ഒരു സെയിം പാറ്റേൺ തന്നെ നമ്മൾ കംപ്ലീറ്റ് ഫിഷിനും ചെയ്തെടുക്കുകയാണ് കേട്ടോ.
സോ നമ്മുടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ് എല്ലാ ഫിഷിനും എല്ലാം നമ്മൾ ഡിസൈൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കളർ ചെയ്തെടുക്കണം ഇത്. സോ ഞാനിവിടെ ബോർഡറിന് ഓറഞ്ച് കളറാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ അവിടെ പോയി എന്നറിയില്ല, കട്ടായി പോയി തോന്നുന്നു കേട്ടോ, സോറി. സോ അതിന് ഓറഞ്ച് കളറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഓറഞ്ച്, റെഡ് അല്ലെങ്കിൽ യെല്ലോ ഇത് മൂന്നും ഈ ബോർഡറിന് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി അട്രാക്റ്റീവ് ലുക്ക് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. സോ അതിന് ശേഷം ഞാൻ ബാക്കി നമ്മൾ ആ ഒരു ബോർഡർ ഏരിയയിൽ നമ്മൾ ഡിസൈനൊന്നും കൊടുക്കാതെ വെച്ച ആ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ട് റെഡ് കളർ കൊടുക്കുകയാണ്. അത് ഫുള്ളായിട്ട് റെഡ് നമ്മൾ കൊടുത്തെടുക്കണം കേട്ടോ. അപ്പോൾ റെഡ് കംപ്ലീറ്റ് ഇനി നമ്മൾ ബ്ലൂ ആണ് കൊടുക്കാൻ പോകുന്നത്. സ്കൈ ബ്ലൂ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെള്ളത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബ്ലൂ കളർ എടുത്തിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ഏരിയയിൽ കൊടുക്കും. അതിന് ശേഷം ഈ സർക്കിൾസിൻ്റെ ഉള്ളിൽ ഫിഷിൻ്റെ ഒരു നടുഭാഗത്ത് ഉള്ള പോർഷൻസ് ഇല്ലേ, ആ ഭാഗത്തെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ തന്നെ ബ്ലൂ കളർ നമ്മൾ കൊടുത്തെടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഫിഷിനാണ് കളർ ചെയ്യാൻ പോകുന്നത്. ഫിഷിന് യെല്ലോ അതുപോലെ തന്നെ ഓറഞ്ച്, ഈ രണ്ട് കളർ യൂസ് ചെയ്തിട്ടാണ് ഫിഷ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് രണ്ടും നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ്, യെല്ലോ ആൻഡ് ഓറഞ്ച്. നല്ല ഭംഗിയായിരിക്കും ഇത് വരച്ചതിന് ശേഷം കേട്ടോ. കളർ ചെയ്തതിന് ശേഷം നല്ല ഭംഗിയാണ് കാണാൻ. സോ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു വൈറ്റ് പോർഷൻ കാണുന്ന എല്ലാ ഭാഗത്തും നമ്മൾ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ആ ഒരു സർക്കിൾസിന് ഞാൻ കൊടുക്കുന്നത് റെഡും അതുപോലെ തന്നെ ഗ്രീൻ കളറുമാണ്. സോ ഇതുപോലെ കംപ്ലീറ്റ് സർക്കിളും നമ്മൾ ചെയ്തെടുക്കണം. അതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി അട്രാക്റ്റീവായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വൈറ്റ് ജെൽ പെന്ന് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു വൈറ്റ് അക്രിലിക് പെയിൻറ്റ്, അതായത് സ്മോൾ ബ്രഷ് എടുത്തിട്ട് ഇതുപോലെ ലൈൻസ് കൊടുക്കണം. കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ബ്ലൂ ഏരിയ ഫുള്ളായിട്ട് ഇതുപോലത്തെ ലൈൻസ് കൊടുക്കുക. അത് ഫിഷിൻ്റെ ഒരു സർക്കിളിൻ്റെ ഉള്ളിലാണെങ്കിലും അതുപോലെ തന്നെ ഔട്ട്സൈഡ് ആണെങ്കിലും നിങ്ങൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക. സോ ഇതിനൊരു പ്രത്യേക ഭംഗി വരും, കാരണം ഇത്തരം ലൈൻസ് കൊടുക്കുമ്പോൾ. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് പാറ്റേൺസും കാര്യങ്ങളും എല്ലാം കൊടുത്ത് ഫില്ല് ചെയ്തെടുക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആർട്ടാണ് മധുബാണി ആർട്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വലുതാക്കിയിട്ട് ചെയ്ത് ഫ്രെയിം ചെയ്ത് വെക്കാം. ഇത് നിങ്ങൾക്ക് സാരിയിലോ അല്ലെങ്കിൽ ഡ്രസ് മെറ്റീരിയൽസിലോ അല്ലെങ്കിൽ അങ്ങനെ ഏത് ഇതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ പേപ്പറിൽ മാത്രം ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ഡ്രസ്സിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം, ബാഗ്സിൽ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതൊരു സംഭവത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, അത്രയേ ഉള്ളൂ കേട്ടോ. സോ എല്ലാവരും ട്രൈ ചെയ്യാം. പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ, ടേക്ക് കെയർ, ബൈ.